പുതിയ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ വീഡിയോ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എഴുതി തരണം. ഇന്ന് കുറേ പേര് പറയുന്നുണ്ട് അമ്മമാരെ, ആ മുസ്ലിങ്ങൾ അമ്മമാരെ കൊണ്ട് അനാഥാശ്രമങ്ങളിൽ ഇടുന്നത്. അനാഥാശ്രമങ്ങളിൽ ഇട്ടില്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഞാനൊരു ബ്രോക്കർ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാനൊരു ബ്രോക്കറായിരുന്നു. അന്ന് ബ്രോക്കർ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മുസ്ലിം അമ്മയുടെ പേര് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ, ഇങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണുണ്ട്, കുഴപ്പമില്ല, സുന്ദരിയാണ്. അപ്പം ആ ചെറുക്കൻ്റെ ചോദിച്ചു, ചെറുക്കന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അവന് UK യിൽ ജോലിയായിരുന്നു. അവൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവണം, അതുകൊണ്ട് എനിക്കൊരു പാവപ്പെട്ട പെണ്ണെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്ക ഒരു കാര്യം ചെയ്യും, എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് കാര്യം പറഞ്ഞുതരുന്നു പറഞ്ഞു. അപ്പോൾ ആ ചെറുക്കൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആ ചെറുക്കൻ്റെ അമ്മയുടെ ഞാൻ പോയി കാര്യം പറഞ്ഞപ്പം ആ തള്ള കുറേ തല്ലിയില്ലെന്നുള്ളൂ. എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ അമ്മ, ഞാനും 1.5 കോടി രൂപ മുടക്കി എൻ്റെ മോനെ പഠിപ്പിച്ചതേ, കണ്ട തേവിടിച്ചുകൾ വന്നിട്ട് ചുമ്മാ ഊമ്പാൻ വേണ്ടിയിട്ടല്ല, കണ്ട പിള്ളേരെ അവർ തെറി പറയുന്നു. കണ്ട പിള്ളേരെ വന്നിട്ട് അവർ സൂഹിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവ പറഞ്ഞത് കേട്ടെ, ഇനി UK യിലൊന്നും പോകുന്നില്ല, അത്യാവശ്യം എനിക്ക് കാശുണ്ട്, സുഖമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന്. ഈ തള്ള സമ്മതിച്ചില്ല. ഈ തള്ള ആ UK യിലുള്ള ഒരു നേഴ്സിനെ കൊണ്ട്, ഒരു ഡോക്ടറെ കൊണ്ടാണ് കെട്ടിച്ചത്. കെട്ടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടുപേരും അങ്ങ് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു ഈ ചെറുക്കൻ്റെ അപ്പം മരിച്ചു. അപ്പം മരിച്ചപ്പം ഇത് പിന്നെ വീഡിയോ കോളിൽ കാണാൻ പറ്റിയത്. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലാരില്ല. ഈ തള്ളയും പിന്നെ ഒരു മോനെ ഉള്ളായിരുന്നേ. അപ്പോൾ അവന് ഈ നാട്ടിൽ സെറ്റാവണമെന്നില്ല കൊണ്ടൊരു ആഗ്രഹമായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നാട്ടിൽ സെറ്റാവണമെന്നില്ല കൊണ്ട് ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ തള്ള ഇങ്ങനെ പറഞ്ഞതാ, എൻ്റെ മോൻ്റെ പൈസ അങ്ങനെ ചുമ്മാ നിങ്ങളാരും കണ്ട പെണ്ണുങ്ങൾ സൂക്ഷിക്കേണ്ട, ഞാൻ 1.5 കോടി രൂപ മുടക്കിയെന്നാ ആ തള്ള പറയുന്നത്. അങ്ങനെ ഒരു തള്ളയായിരുന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ തള്ളയ്ക്ക് സുഖമില്ലാതെ. അപ്പം അവൻ ഇവിടെ വന്നിട്ട് ഇവൻ്റെ അമ്മയെ കൊണ്ട് വൃത്തഭവനിൽ കൊണ്ടുവിട്ട്. കാരണം പറഞ്ഞാൽ നോക്കാളില്ല, ഇവർക്കുള്ള ജോലി കളഞ്ഞിട്ട് വരാനും പറ്റൂല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ജോലി കളഞ്ഞിട്ട് ഇവർക്ക് വരാനും പറ്റൂല. അങ്ങനെ കൊണ്ട് അനാഥാശ്രമം ഇട്ടു. എന്നിട്ട് ഇങ്ങനെ കുറേ തള്ളന്മാർ വരുത്തി വെക്കുന്നതാണ് കേട്ടോ. കാരണം ഇവർ കുറേ കാശ് മുടക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അവകാശങ്ങൾ പറയും. കുറേ അവകാശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെന്താ പറയുന്നത്? മക്കളെ കുറ്റം പറയുന്നത്. തന്തയും തള്ളയും ചെയ്ത കുറ്റത്തിന് മക്കളെ കുറ്റം പറയുന്നത്. കാരണം പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങളെ ഇവർക്ക് കണ്ടുകൂടാ, ചില പൈസക്കാർ. അപ്പോൾ അവർക്ക് പിന്നെ ചൊറിച്ചില്ല പാവപ്പെട്ട പിള്ളേരെ കാണുമ്പോൾ. ഇപ്പം മര്യാദയ്ക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്ന പിള്ളേരെ കണ്ടുകൂടാ. അപ്പോൾ ഇവർക്ക് പൈസക്കാർ വേണം. ഒരു 100 പൗണ്ട് സ്വർണവും 50 ലക്ഷം രൂപ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ബന്ധങ്ങളെ കിട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായി. ഇതിപ്പം ഹിന്ദുക്കളും ക്രിസ്ത്യാനിയൊക്കെ അറിയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ UK കിടക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം അവർ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അവർ UK യിൽ സെറ്റിലായിട്ടുള്ളവരാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ചിലവർ പറയുന്നത് എന്താ പറയട്ടെ, ഈ മുസ്ലിങ്ങളിൽ ആരും കൊണ്ട് കിടത്തുന്നില്ലല്ലോ. മുസ്ലിങ്ങളെ കൊണ്ട് കിടത്തുന്നില്ലെന്നുള്ളൂ. പക്ഷേ അവരുടെ വീട്ടിൽ ഓരോ തെണ്ടിത്തനം നടക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ ഈ വീട് വെച്ച് മാറുമ്പോൾ, വന്നവർ വീട് വെച്ച് മാറുമ്പോൾ തള്ളമാരത്ത് പറയും, ഉമ്മമാരത്ത് പറയും. അപ്പോൾ തന്നെ പറയും, അവിടെ കാണിച്ച സ്വഭാവം ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം മാറും എന്ന് പറഞ്ഞൊരു ഭീഷണി അങ്ങ് കൊടുക്കും. ഭീഷണി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ തള്ളമാരൊന്നും മിണ്ടൂല. മക്കളും കൂടുതൽ ഇതിനെപ്പറ്റി ചോദിക്കാനൊന്നും പോകില്ല. കാരണം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാൻ പോകാത്തതെന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം, ഇവരുടെ സ്വഭാവം അറിയാം.
മുസ്ലിങ്ങളിലും ഉണ്ടെന്നേ. പക്ഷേ ഈ നാണക്കേട് കൊണ്ടിട്ട് അപ്പം എൻ്റെ 5-6 മക്കളുണ്ട്. അവർ നാണക്കേട് കൊണ്ട് മറ്റേതങ്ങനെയല്ല, ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർന്നു. രണ്ടാമത്തിനെ ഉണ്ടാക്കാൻ സമയമില്ല. സമയത്തിൻ്റെ കാര്യമില്ല, ഇവർക്ക് പിന്നെ ആ പൈസ വേണം. രണ്ടാമത്തേനെ സൃഷ്ടിക്കാൻ വേണ്ടി പൈസ വേണം. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ 2 കൊണ്ട് നിർത്തും. ഇപ്പോൾ 2 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3 കോടി രൂപ വേണം. ഒരുത്തനെ 1.5 കോടിയാണെങ്കിൽ ഒരുത്തന് 3 കോടി രൂപ വേണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് ഇപ്പം മുസ്ലിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാരെ കൊണ്ട് അങ്ങനെ കളയൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അമ്മമാരുടെ സ്നേഹമുണ്ട്. ആണുങ്ങൾക്കായാലും ശരിയല്ല, അവർ കുറേയൊക്കെ ക്ഷമിക്കുന്നേ. പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഗൾഫിൽ പോയാലും ഭാര്യനെയും മക്കളെയും ഇവിടെ തന്നെ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അമേരിക്കയിൽ ആണെങ്കിൽ ആ ഫാമിലി അടക്കം അവിടെ താമസമാണ്. പിന്നെ അവിടെ സെറ്റിലാണ്. ഫാമിലി അടക്കം അമേരിക്കയിൽ താമസമാണ്. പിന്നെ അമ്മമാരെ നോക്കാൻ പറ്റുമോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം കൂടുതലും കുറേയൊക്കെ ഈ വൃദ്ധഭവനിൽ കൊണ്ടിരുന്നത് തൊട്ടേ അമ്മമാരുടെ കുറ്റമാണ്. അത് ഈ നമ്മളിപ്പോൾ പറയും അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, മക്കൾക്ക് അങ്ങനെ വരണം, ഇങ്ങനെ വരണം. എന്നിട്ട് പേരാണ് ആർക്കാണ്? മക്കൾക്കാണ്. മക്കളെ വീട്ടിലിരുത്തൂലെന്നേ. ചില സ്ഥലത്ത് മക്കളെ വീട്ടിലിരുത്തൂല. കാരണം അവിടെ എവിടെ കൊണ്ടു നിർത്തി, അവിടെ പോയി അത് ഉണ്ടാക്കുക, ഇത് ഉണ്ടാക്കുക, അവിടെ അവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എന്താക്കണം? അപ്പം എന്താക്കും? ഇവര് വേറെ ഒന്നല്ല, ലാസ്റ്റ് ഇവരെ വൃത്തഭവനിൽ കൊണ്ടാക്കും. അല്ല വേറെ തന്നെ വഴി. നാട്ടുകാർ പറയുമ്പോൾ നാട്ടുകാരെ അറിയോ? അവരെ വൃത്തഭവനിലാക്കണം. അവരെ ആക്കണമെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ചെറുക്കനെ കൊണ്ട് നല്ലൊരു പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കാം. നല്ല സുന്ദരി കൊച്ച്. അവനെ ഇഷ്ടപ്പെട്ടു. അവൻ നാട്ടിൽ സെറ്റാവാണ്ട ചെറുക്കനാ. അവനെ കൊണ്ട് അമേരിക്ക കൊണ്ടിട്ടു. എന്നിട്ട് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്ത മരിച്ചപ്പോൾ എന്തായി? ആ തള്ളനെ കൊണ്ട് വൃത്തഭവനിലാക്കിയിട്ട് അവരെ വിട്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബ്രോക്കറെ ഏൽപ്പിക്കും. ആ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചപ്പം ബ്രോക്കറിനെ ഏൽപ്പിക്കും. ബ്രോക്കർ ഉള്ള പൈസയും കൊണ്ട് അവർ വിട്ടുപോയി. ഇവിടെ സ്ഥലവും വിറ്റിട്ട്. ആരുടെ തെറ്റാണ് ഇത്? മാതാപിതാക്കളെ തെറ്റല്ലേ? ഇന്ന് മുസ്ലിങ്ങൾ തന്നെ 101 പവൻ മൂത്തമ്മ കൊണ്ടുവന്ന ഇളവന് 201 പവൻ വേണം. ഇന്ന് നാരികൾ വാരി കൊടുക്കുവാണ്. പാവപ്പെട്ടവർക്ക് ഒരു രക്ഷയില്ല. 3 പെണ്ണുങ്ങളും 4 ആണുങ്ങളുണ്ടെങ്കിൽ ഇളയവൻ്റെ എത്ര കൊണ്ടുവന്ന് ഈ 40 പവൻ തന്നെ ഉണ്ട്. മുസ്ലിങ്ങളിൽ ഉള്ള സ്വർണ്ണമെല്ലാം വാരിക്കൊണ്ടുവരും. ഈ മുസ്ലിങ്ങളുള്ളതുകൊണ്ടാണ് സ്വർണ്ണത്തിന് വില കൂടുന്നത്. അല്ലെങ്കിൽ വില കൂടില്ല. കാരണം ജോയി ആലുക്കാസൊക്കെ ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. അതിൻ്റെ മോളിനെ വലിയ സ്വർണ്ണക്കടക്കാരൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ കാണാം. ഒരു തരി സ്വർണ്ണം ഇട്ടും കൊണ്ട് ആ കൊച്ചൊക്കെ നിൽക്കുന്നത്. ഇവിടെ ചക്കക്കുരു മാങ്ങയും അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടിയും മുളകുപൊടിയും വാങ്ങിക്കുന്നവൻ്റെ വീട്ടിൽ വേണം അവനും വേണം 101 പോയി. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെ സ്വർണ്ണം കൊടുക്കുക. പിന്നെ ചില പാവപ്പെട്ട വീട്ടിലെന്നാൽ വീട് വിറ്റിട്ടാണെങ്കിലും കൊടുക്കും. വീട് വിറ്റിലാണെങ്കിൽ സ്വർണ്ണം കൊടുക്കുക. കാരണം അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിടത്തൂല, ഈ മോളെ കിടത്തൂല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവക്കൊരു വില ഉണ്ടാവില്ല. വേറെ കുറേ എണ്ണം വരും ഒട്ടുക്കാത്ത സ്വർണവും കൊണ്ടിട്ട്. അവിടെയൊക്കെ ഒട്ടുക്കാത്ത സ്വർണം കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ടതിനെ അടിച്ച് താങ്ങലുണ്ടെന്നേ. 4 ആണുങ്ങളുണ്ടെങ്കിൽ 4 ആണുങ്ങളും ഒരുപോലെ ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ അടിച്ച് താത്തുകളി. എന്നിട്ട് ഇവിടെ ഒടുക്കത്തെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അള്ളാഹ് ഇവരുടെ മടിക്കാത്ത പോക്കറ്റാത്ത ഇവരുടെ നിസ്കാരം കേട്ടാ. കാരണം ഇവർക്ക് അത്യാഗ്രഹം കണ്ട് നിൽക്കാത്തവരാ ഈ തള്ളയും ഈ അമ്മായിയമ്മയും. അപ്പം അവിടെ ഉടക്കുണ്ടാവുന്നേ. ഇത്രയും പവൻ സ്വർണം കൊണ്ടുവന്നില്ലെങ്കിൽ വേണ്ട. അമ്മായിയമ്മ പറയുന്നത് കേട്ടോ, ഇത്രയും പവൻ സ്വർണം ഇല്ലെങ്കിൽ നീ കല്യാണം കഴിക്കണ്ട. ഇതാണ്. അപ്പം ഹിന്ദു ക്രിസ്ത്യാനികൾ കൊണ്ട് പിന്നെ കുറേയൊക്കെ വിത്തപ്പണിൽ കൊണ്ടിരുന്ന കാരണം തൊട്ടെ ഇതൊക്കെ തള്ളയും തന്തേൻ്റെ കയ്യിലിരിപ്പാം. ഇവർ 1.5 കോടി 2 കോടി രൂപ പഠിപ്പിച്ചു. അതുപോലത്തെ പെണ്ണുങ്ങളെ നോക്കി വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരുന്നേ. അപ്പം കുറേയൊക്കെ പോയി കിടക്കേണ്ടി വരും. അവരെപ്പോഴും മക്കളെ നോക്കിയിരിക്കാൻ പറ്റുമോ? UK സ്ഥലം വാങ്ങിച്ചു. ഇവർക്ക് പൈസ മതി. ഇന്ന് എന്തോരം ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ കുറേ പെണ്ണുങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ രാജ്യത്ത് കയറ്റി വിടുക. അവിടെ ചെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ 30 വയസ്സാകുമ്പോഴാണ് കല്യാണം കഴിക്കാൻ പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം കുറേയൊക്കെ തള്ളേന്നതിൻ്റെ തെറ്റുണ്ട്. നമ്മൾ മക്കളെ അങ്ങനെ കുറ്റം പറയരുത്.
വൃത്തഭവനിലിട്ടിരിക്കുന്ന മുസ്ലിം ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ അവരുടെ ചില അമ്മമാർ തെണ്ടിത്തനം ചെയ്യുന്നതുകൊണ്ടാണ് അവരെ കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അമേരിക്കയിൽ പോടാ, പിന്നെ നീ ഡോക്ടറല്ലേ, നിനക്ക് ഡോക്ടർ തന്നെ വേണം, എഞ്ചിനീയർ വേണ്ട, എഞ്ചിനീയർ തന്നെ വേണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാം നല്ലതാവട്ടെ.